എടാ രാജു, നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? ഇല്ലടാ, അത് കൈമറിഞ്ഞു. എന്തു പണിയാടാ നീ കാണിച്ചത്? ഞാൻ ഒപ്പിച്ചു തരാം, നീ ഒന്ന് സമാധാനിക്കും. അത് കിട്ടിയാൽ പൊന്നു മോനെ നീ സ്വർഗം കാണും. ഇങ്ങനെ മായാലോകത്ത് പറന്നു നടക്കും. തന്ന തന്നെ തന്നാനേ, താന തന്നെ തന്നാനേ, തന്ന തന്നെ തന്നാനേ, താന തന്നെ തന്നാനേ, തന്ന തന്നെ തന്നാനേ, താന തന്നെ തന്നാനേ, തന്ന തന്നെ തന്നാനേ, താന തന്നെ തന്നാനേ. അള്ളടിക്കന്റെ കാശും പോയേ, കടപ്പുറത്തെ വീടും പോയേ, തന്ന തന്നെ തന്നാനേ, താന തന്നെ തന്നാനേ. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യാ സുപ്രജാ രാമപൂർവാ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഗോപു, ഇവിടെ വരൂ. നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? അത് നിന്റെ സകല ഇഷ്ടങ്ങൾക്ക് ഞാൻ കൂട്ടി നിന്നിട്ടുണ്ട്. എന്നാൽ ഇതിവിടെ നടക്കില്ല. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള പോക്കും വരവും അത് ഞാൻ അനുവദിച്ചു തരില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെയൊക്കെ വളർത്തുന്നത്. ഓ, എല്ലാ മാതാപിതാക്കളും ചെയ്യുന്നത് അച്ഛനും ചെയ്യുന്നുള്ളൂ. മക്കളെ, അച്ഛനോട് തർക്കുത്തരം പറയരുത്. അച്ഛമ്മയുടെ കാര്യം നോക്ക്, അവിടെ കാലം പോയി ഇരിക്കും. നിങ്ങൾ പഴഞ്ച തലമുറയാണോ ഇത്? ഇന്നത്തെ കുട്ടികൾ അല്പസ്ഥലത്ത് മടിച്ചു പൊളിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അവനും അല്പം അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. അച്ഛൻ പറഞ്ഞത് വലിയ കാര്യമാക്കണ്ട, മക്കൾ ചെറിയ. May I come in, teacher? Yes, come in. കൊണ്ടുവന്നു. പണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയായാലും പറഞ്ഞാൽ മതി. പണം അതെനിക്ക് പുല്ല. എൻ്റെ അമ്മ ഞാൻ ചോദിക്കുന്ന പണം എന്തിനാണെന്ന് പോലും ചോദിക്കാതെ എനിക്ക് തരും. ഓക്കെ അളിയ, സാധനം ഞാൻ തരാം, നീ പണം തന്നാൽ മതി. കീപ് സൈലൻസ്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും എക്സാമിന് നന്നായി പഠിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. യെസ് മാം, താങ്ക് യു. ഗോപു, നിന്റെ പേരന്റ് എന്നെ വന്നത് കാണാൻ പറയണം. യെസ് മിസ്. ഗോപു എങ്ങനെയുണ്ട്? വീട്ടിൽ പഠിക്കുന്നുണ്ടോ? എപ്പോഴും കളിയും ടി വി കാണലും പിന്നെ ഫുൾ ടൈം ഫോണിലുമാണ്. പഠിത്തത്തിൽ വലിയ ശ്രദ്ധ ഇല്ലാത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഏയ്, അങ്ങനെയൊന്നുമല്ല. അവൻ നന്നായി പഠിക്കുന്നുണ്ട്. പിന്നെ ടി വി ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. കുട്ടികളായ കുറച്ചൊക്കെ കളിയൊക്കെ വേണ്ടേ? അവൻ എപ്പോഴും മൊബൈലിലാണല്ലോ. ഓ, അതിപ്പോ ആർക്കാണ് ഇല്ലാത്തത്? നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ഞാനൊരു കാര്യം പറയാനാണ് വിളിപ്പിച്ചത്. അവനെ ഒന്ന് ശ്രദ്ധിക്കണം. മാർക്കൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല, ക്ലാസ്സിലെ ചില സംസാരങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൂട്ടുകാരുമായുള്ള അമിതമായ കൂട്ടുകെട്ടും ഫോൺ വിളികളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എൻ്റെ മോനെ എനിക്കറിയാം. ടീച്ചർ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട. എൻ്റെ മോൻ നല്ലവനാണ്. അവനെ ആവശ്യമില്ലാത്തതൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. കുറ്റപ്പെടുത്തിയതല്ല. നാളെയുടെ വാഗ്ദാനമായ ഈ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നടത്തുവാനുള്ള കടമ മാതാപിതാക്കളെ പോലെ തന്നെ ഞങ്ങൾക്കും ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ആ, ഓക്കെ. നിങ്ങളുടെ ഫോണല്ലേ ബെല്ലടിക്കുന്നത്? നീ അതൊന്നും എടുക്കും. ഹലോ, ഗോപു സുരേഷിന്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ മുണ്ടൂർ സ്റ്റേഷനിൽ നിന്ന് മെസ്സേജ് രവീന്ദ്രനാണ് വിളിക്കുന്നത്. നിങ്ങളുടെ മകനും കൂട്ടുകാരും ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തുക. അതെ, പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് ഫോൺ വന്നത്. നമ്മുടെ മകൻ പോലീസ് സ്റ്റേഷനിലാണെന്ന്. എന്താവും കാര്യം? ഒന്ന് വേഗം വാ, നമുക്കിപ്പോൾ അന്വേഷിക്കാം. മക്കളെ, എൻ്റെ പേരക്കുട്ടിക്ക് എന്തു പറ്റി? ഒന്ന് വേഗം ചെല്ലൂ. കയ്യും കാലുമൊക്കെ വിറയ്ക്കുന്നല്ലോ ഈശ്വരാ. വാ പോകാം, വേഗം എഴുന്നേൽക്ക്.
ഈശ്വര, എൻ്റെ കുട്ടിയെ കാത്തോളണേ. എൻ്റെ ഭഗവാനെ, ആപത്തൊന്നും വരുത്തല്ലേ. എന്റെ കൊച്ചുമോനെ, നിനക്കെന്തു പറ്റി?